നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. പാലക്കാട്ട് ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന മണ്ഡലം തന്നെയാണ് പാലക്കാട്ട്. രണ്ട് ചർച്ചകൾ വളരെ സജീവമാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട്ടൊരു ഊഴത്തിനായി ശ്രമിക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല, എങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കാനുള്ള അങ്ങനെ ഇല്ല എന്ന് രാഹുൽ തന്നെ, അതായത് ഞാൻ കോൺഗ്രസ്സുകാരനാണ്, സ്വതന്ത്രനായിട്ട് മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി ഇന്ന് ഹൈക്കോടതി ഏറെക്കുറെ അതൊരു മുൻകൂർ ജാമ്യം മാത്രമാണ്. മുൻകൂർ ജാമ്യം, ഒപ്പം തന്നെ രാഹുലിന് അനുകൂലമായി ചില പരാമർശങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല ഇപ്പൊ 16-ാം തീയതി മുതൽ ഹാജരാവേണ്ട വിഷയമുണ്ട്. അതെ. പക്ഷേ ഈ ഗ്രൗണ്ട് ലെവലിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വലിയൊരു പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ വല്ല വാസ്തവമുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ. രണ്ടാമത്തേത്, കോൺഗ്രസിനെ സംബന്ധിച്ച് സർപ്രൈസ് വരും എന്ന് പറയുന്നതിൽ ആ സർപ്രൈസ് മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ കണ്ണൻ ഗോപിനാഥനാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഈ പറഞ്ഞ കാര്യത്തിൽ കണ്ണൻ ഗോപിനാഥൻ അവിടെ മത്സരിക്കാൻ വരുന്നതിനോട് പ്രാദേശികമായിട്ടും സംസ്ഥാന നേതൃത്വത്തിൽ തന്നെയും അതിനോട് താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അങ്ങനെ ഇനി കേന്ദ്ര നേതൃത്വം ഹൈക്കമാൻഡ് കണ്ണൻ ഗോപിനാഥനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ കണ്ണൻ ഗോപിനാഥൻ അതിനു വേണ്ടിയിട്ട് ഹൈക്കമാൻഡിൽ ആ തരത്തിലുള്ള ലോബിയിങ് നടത്തുന്നതായിട്ടും കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചേക്കും എന്നുള്ള ഒരു കാര്യം ഞാൻ കേട്ടു. അതല്ലാതെ അവിടെ നിന്നുള്ളൊരു എന്തായാലും പാലക്കാട്ട് കോൺഗ്രസിന് ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും BJP വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ മണ്ഡലത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ അവിടെ രാഹുൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ജയസാധ്യത ഒരുപക്ഷെ ഇല്ലാതാക്കും. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ എറണാകുളം ജില്ലയിൽ പിറവം സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുത്തു. CPM-ന്റെ ഒരു ബ്രാഞ്ച് അംഗമായ സിന്ധു മോള് അവിടെ വന്ന് സ്ഥാനാർത്ഥിയായി. 25,364 വോട്ടിന് തോറ്റുപോയി. അനൂപ് ജേക്കബിനോട് തോറ്റുപോയി. അവിടെ പുതിയൊരു സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് M-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഫൈറ്റ് കൊടുക്കാൻ കഴിയും എന്ന് തോന്നുന്നു. ഒന്ന് സാമുദായിക ബലാബലം കൂടെ നോക്കിയാൽ പരമ്പരാഗതമായി യാക്കോബായ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ജയിക്കുന്ന മണ്ഡലം എന്ന സാധ്യത പർവ്വത്തിനുണ്ട്. അതിപ്പോൾ TM ജേക്കബ് ആയാലും അതിനുശേഷം മകൻ അനൂപ് വന്നപ്പോഴും എന്ന് മാത്രമല്ല മന്ത്രിസഭാ പ്രാതിനിധ്യത്തിലടക്കം യാക്കോബായ സഭ അവരുടെ നോമിനിയായി കരുതുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ ഓർത്തഡോക്സുകാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയും.